Hi Sajita, how are you? Fine. Very long time. ഇരിക്കൂ. എന്തെന്റെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഖയാണ്. അറിയാലോ ഇവര് ഒരു 10-15 ഇയേഴ്സ് മോർ ദാൻ എക്സ്പീരിയൻസ് സജിതാണ്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് വന്ന് ഏത് സ്ഥലത്താണ് ഉണ്ടത്? തൃപ്പൂണിത്തുറ, കാക്കനാട്. ഇവർക്ക് വന്ന് 2 പാലസ് ഉണ്ട്. ഒന്ന് വന്ന് തിരുപ്പൂണിത്തുറ, ഇനിയൊരെണ്ണം കാക്കനാട്. എനിക്കൊരു മോർ ദൻ ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ഒരു മുളന്തുരുത്തിയിൽ ഒരു ചെറിയ കൊച്ചു വീട് മേടിച്ചിരിക്കുന്നത്. സോ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീട് മേടിച്ചിട്ട് എനിക്ക് പരിചയപ്പെട്ടിട്ട് ഇവർ മോർ ദൻ 7 ഇയേഴ്സ് ആയില്ലേ ഇത് ഇവിടെ വന്നിട്ട്. ഈ പാർലർ വെച്ചിട്ട് അവർ 7 ഇയേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു 1 ഇയർ ആയിട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യാലോ, എല്ലാവർക്കും അറിയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ മലയാളീസൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഷീ സോ ഭയങ്കര ബ്യൂട്ടിഫുൾ സോൾ, നല്ല ഗുഡ് ഹാർട്ടഡ് ആണ്. പഠിച്ചതൊക്കെ എവിടെയാണ് എക്സ്പീരിയൻസ്? ചെന്നൈ ബൗൺസിൽ സാന്തോമിലുണ്ടല്ലോ. അത് സാന്തോമിലാണ് പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയി ഇവിടെ വന്ന് 2 പാർലർ വെച്ച് ഇന്ന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു നല്ല പാർലർ, നല്ല സർവീസ്. എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഐ യൂസ് ടു കം ഹിയർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വെൽക്കമിങ് ഉണ്ടല്ലോ. ഇവരുടെ സ്റ്റാഫ് ആണെങ്കിലും ആരെങ്കിലും നമ്മൾ അകത്ത് വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ നല്ല ചിരിച്ച മുഖത്തോടെ വിളിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ടുപോയി നമുക്ക് സർവീസ് ചെയ്യുന്നതിൽ അത്രയും ദി ബെസ്റ്റ് എന്ന് പറയാം. സർവീസൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇടാം. അത്ര ബ്യൂട്ടിഫുൾ പാർലറാണ്. നല്ല ഇതിൻ്റെ ആംബിഷൻസ്, ഇതിൻ്റെ ലൊക്കേഷൻസ്, പിന്നെ എല്ലാം റോഡ് സൈഡാണ്. വരാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ്സേ ഉള്ളൂ ഇവിടെ വരാൻ. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരും ഇവിടെ വരണം. ഇവിടെ എന്തൊക്കെ സർവീസ് ഉണ്ട്? നമുക്ക് ഹെയർ സർവീസസ് എല്ലാം ഉണ്ട്. കെരാറ്റിൻ, ബോട്ടോക്സ് എല്ലാം, പിന്നെ ഫേഷ്യൽ സർവീസ് എല്ലാം, പിന്നെ മാനിക്യൂർ, പെഡിക്യൂർ, പിന്നെ ബ്രൈഡൽ മേക്കപ്സ്. ഇവിടെ വന്നിട്ടും ചെയ്യും. നിങ്ങളും പോയി സ്പാട്ടിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. പക്ഷേ ഈ ആറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറേ വരുന്നുണ്ടല്ലേ ഇപ്പോൾ? എല്ലാം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം അഡ്വാൻസ് ക്ലാസ്സസ് എടുക്കുന്നുണ്ടോ നിങ്ങൾ? പിന്നെയും പിന്നെ നമുക്ക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ കൂടെ നെയിൽ ആർട്ടും സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് മന്തിൽ. നെയിൽ ആർട്ട് ചെയ്യുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ വരാം. പക്ഷേ എനിക്ക് ഇവരാണ് ചെയ്ത് കൊടുത്തത്. മെനിക്യൂരൊക്കെ കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ഇവിടത്തുള്ള കുട്ടികളാണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളെല്ലാവരും വരണം. നമുക്കൊരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് വേണം. പിന്നെ ഇത് ഫാമിലി ബിഹൈൻഡ് ദ ബ്യൂട്ടി ഫാമിലി സലൂണാണ്. ഇപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടി തനിച്ച ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ലേഡീസിന് വേണ്ടിയുണ്ട്. അപ്പോൾ ഒരു കംഫർട്ടാണ് നമുക്ക്, ഭയങ്കര ഒരു കംഫർട്ട്, ഒരു പ്ലസൻറ്റ് ലുക്ക്, ഒരു വാം ലൈറ്റിൽ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം. സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാവരും വരണം. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് സജിത. നമുക്ക് വന്ന് പലരൊക്കെ കാണിക്കാം, ഈ സലൂണൊക്കെ ഞാൻ കാണിക്കാം. കാക്കനാട് ഒരു ദിവസം ഞാൻ വരാം. ഞാൻ എൻ്റെ ഏത് പടം, ഗുരുവായൂർ അമ്പലം നടയിൽ, ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഉണ്ടെന്ന്. ഇവിടെയാണല്ലോ വന്നിട്ട് പോയത്. അപ്പോൾ എനിക്കറിയില്ല, അല്ലെങ്കിൽ അവിടെ വന്നേനെ. ഒരു ദിവസം വെൽക്കം തരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സജിത വന്ന് അത്രയും സംസാരിക്കില്ല. ഞാനാണെങ്കിൽ വളവളം സംസാരിച്ചുകൊണ്ടേയിരിക്കും. സജിത വെരി സൈലൻ്റ് ആണ്. പക്ഷെ നമ്മളുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ ഡീൽ ചെയ്തെന്ന് നോക്കണം. ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. അത്ര ഒരു ഭയങ്കര ഒരു ഹമ്പിളാണ്. ചില ആൾക്കാർ മാത്രമേ അങ്ങനെ ഇരിക്കും. അവർക്ക് വന്ന കസ്റ്റമേഴ്സിനൊക്കെ നോക്കാം. എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ സജിത? ഇതൊക്കെ ആരാണ് സജിത? പറയൂ. സൗന്ദര്യം ജന്മാവകാശമാണ്. ഇതെല്ലാം നിങ്ങളുടെ കസ്റ്റമറാണ്. നമ്മൾ പാലസ് വന്ന് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മെൻസിൻ്റെ ആണോ? അതെ. ഇത് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഫാമിലി സലൂണാണ്. അപ്പോൾ മെൻസിന് വേണ്ടിയ ഹെയർ കട്ട്, പിന്നെ ഇവിടെ ഉണ്ടോ ഫേഷ്യൽസ് ഒക്കെ? ഇവിടെ ഉണ്ടോ? ഇല്ല, ഫേഷ്യൽസ് വേറെ റൂമിലുണ്ട്. അപ്പോൾ ഇവിടെ ഫേഷ്യൽസ് വേറെ റൂം, ഇവിടെ ഹെയർ കട്ട്, പിന്നെ ഇതെല്ലാം ഉണ്ട് അല്ലേ? അകത്ത് പോയി നോക്കാം. ബാ.
എത്ര നന്നായിട്ടുണ്ട്. വാവ്, നല്ല വേർഡാ. ബ്യൂട്ടി ഈസ് യുവർ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ നന്നായിട്ടുണ്ട്. ആ ലൈറ്റ്, പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ എല്ലാം, എവറിത്തിങ് ഇസ് വെരി ഗുഡ്. കോം ലൈറ്റിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ്? ഹസ്ബൻഡ് നിങ്ങളാണോ? വെരി ഗുഡ്, സോ ബ്യൂട്ടിഫുൾ. ഇത് മെൻസിന് വേണ്ടി അല്ലേ? ഇനി ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി അവർക്ക് സെപ്പറേറ്റ് ഇവിടെ ഉണ്ട്. ഹെയർ കട്ട്, ഹെയർ കളേഴ്സ്, ഇതൊക്കെ സർവീസ്. വെരി നൈസ്. അവിടെ പോയി നോക്കാം അല്ലേ? ഇവിടെയാണ് ഹെയർ വാഷ് ചെയ്യുന്നതും മെനിക്യൂർ പെഡിക്യൂർ ചെയ്യുന്നതും. ഈ പ്ലേസ് തന്നെ കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സജിത്ത്, ഐ എം ടെല്ലിങ് യു, നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ഒരു ഇതിലും ഇരുന്നിട്ട് ഇങ്ങനെ പ്ലസൻ്റ് ആയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആരും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അടിപൊളി. നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ, മിസ് കൊച്ചിൻ. ഇവിടെ എന്താണെന്നുണ്ട്? അത് ലേഡീസ് സെക്ഷൻ. ഇവിടെ വന്ന് ലേഡീസ് പേഴ്സണലായിട്ട് ഇരുന്ന് ഹെയർ സ്പാക്ക് ചെയ്യാം അല്ലേ? അതിൻ്റെ പ്ലേസാണ്. സോ ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഫാമിലി ലേഡീസ് ആണെങ്കിലും, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് അവിടെ, ഹസ്ബൻഡിന് അവിടെ, ലേഡീസിന് ഇവിടെ. നമുക്ക് പേഴ്സണലായിട്ട് വന്ന് ഹെയർ സ്പാ ചെയ്യണം, കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ പ്രൈവറ്റ് റൂം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഈ ലീഫിൻ്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കളേഴ്സൊക്കെ. ഇതെന്താണെന്ന് അറിയാവോ? വാവ്, ഇവിടെ വന്നിട്ട് തന്നെ ഞാൻ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോം. അയ്യോ, നല്ല റിലാക്സ്ഡ് ആകും. ഇങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഫേഷ്യൽ ഒന്ന് ചെയ്തിട്ട് പോകുമ്പോൾ അല്ലേ നമുക്ക് നല്ല BP, ബ്ലഡ് പ്രഷർ, ഷുഗർ, ടെൻഷൻ, ഇരിക്കുന്ന എല്ലാ ബ്ലഡ് പ്രഷറും പോയി നല്ല ഹാപ്പി ആയിരിക്കും. വളരെ നന്നായിട്ടുണ്ടാകും. സോ സൂപ്പർ. ഞാനിവിടെ എൻജോയ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഓക്കെ, നമ്മൾ വന്ന് എന്തെങ്കിലും ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഇല്ല ഹെയർ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്കഷൻ റൂമുണ്ട്. ആ റൂമിൽ വന്ന് ഇരുന്നിട്ട് നമ്മളുടെ മുടിനെ കുറിച്ച്, ടെക്സ്ചറിനെ കുറിച്ച് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മുടി അടിപൊളിയാക്കി കൊടുക്കും. ഇപ്പം നോക്കാമോ, എൻ്റെ മുടി കുറച്ച് ലോങ് ആയിട്ടുള്ളത് ലൈറ്റായിട്ട് കട്ട് ചെയ്യണം. അപ്പം അതിനെക്കുറിച്ച് ഉള്ള ഒരു ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ അത്രയും കട്ട് ചെയ്യണ്ട, വളരെ ലൈറ്റ് ആയിട്ട്. ശരി, ഓക്കെ. അപ്പോൾ മാമിന് കുറച്ച് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ ഫേസ് ഫ്രെയിമിങ് ചെയ്യണം. കുറച്ച് വോളിയം തോന്നുന്ന രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, എനിക്ക് നല്ല ഒരു ഫിനിഷിങ് കിട്ടി. കുറച്ചിതാ മുടി ഹെയർ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല സ്റ്റൈൽ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സജിത. വണ്ടർഫുൾ. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യണം. നല്ല ഒരു എന്താ പറയണ്ടേ, അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച്. നിങ്ങളുടെ ടെക്സ്ചർ എന്താണ്, ഹെയർ എങ്ങനെയാണ്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തൊക്കെ ഡയറ്റ് എടുക്കണം, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രൈഡലുണ്ട്, കുട്ടികൾക്കുണ്ട്, പിന്നെ നല്ല എല്ലാത്തിലും ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻജോയ്. ടാറ്റാ, ബൈ.